അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വിഷയം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ എം.എ. യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ല. കാരണം എന്താണ്? ഞാൻ പറയുന്നത് ഇൻഷാ അള്ളാഹ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണം. ഉസ്താദ് ഇന്ന് ഇട്ടത് ദിക്റല്ലല്ലോ, നമുക്ക് അസുഖം മാറാനുള്ള ദിക്റ് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള ദിക്റ്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദിക്റ് അതല്ലല്ലോ എന്ന് കരുതി ആരും തള്ളിക്കളയരുത്. ഇതെല്ലാവരും ഒന്ന് കേൾക്കണം. കാരണം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് കേൾക്കുക, യൂസുഫ് അലി കേൾക്കുകയാണെങ്കിൽ യൂസുഫ് അലിക്കും ഉപകാരപ്പെടും, കേൾക്കുന്ന നിങ്ങൾക്കും ഉപകാരപ്പെടും. യൂസുഫ് അലിയെ പോലെ, എം.എ. യൂസുഫ് അലിയെ പോലെ ഒരു സമ്പന്നൻ ആകണമെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും അത് ആഗ്രഹിക്കുന്നവരാണ്. ഇൻഷാ അള്ളാഹ് എം.എ. യൂസുഫ് അലിയെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സമ്പന്നനോ ആകാൻ കാരണമാകുന്ന ദിക്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എത്ര പറഞ്ഞു തന്നാലും ഞാനായാലും നിങ്ങളായാലും അത് പതിവാക്കുകയില്ല. അത് പറഞ്ഞ രൂപത്തിൽ പതിവാക്കിയാൽ ഉറപ്പായും അങ്ങനെയാകും. ഇൻഷാ അള്ളാഹ് അടുത്തൊരു ക്ലാസ്സിൽ ഞാനത് പറയുന്നതായിരിക്കും. അത് ഉറപ്പാണ്. പക്ഷേ അത് ആരും ചെയ്യുകയില്ല. കാരണം എന്താ? അങ്ങനെ വലിയൊരു സമ്പന്നനാകാൻ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിലേ നമ്മളത് ചെയ്യുകയുള്ളൂ. ഇൻഷാ അള്ളാഹ് അതൊക്കെ ആ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? നമ്മുടെ ക്ലാസ് എന്താണ്? എം.എ. യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ല. കാരണം എന്ത്? സാധാരണ പറയുന്നത്, എല്ലാവരും പറയാറുള്ളതും എം.എ. യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരായിട്ടാണ് പറയാറ്? അംബാനിയാണ്. അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലിയാണ്. എന്നാൽ ഞാൻ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല യൂസുഫ് അലി. എം.എ. യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല. കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ഈ ക്ലാസ് കേൾക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി ഭവൻ, വർഷങ്ങളായി അവിടെ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി ഭവൻ നമുക്കെല്ലാം അറിയാം. അവിടെ പ്രായമുള്ള അമ്മമാരും ഉമ്മമാരും ഒക്കെയാണ് ആ ഗാന്ധി ഭവനിൽ ഉള്ളത്. അതായത് പുരുഷന്മാരെ അവിടെ എടുക്കാറില്ല, സ്ത്രീകളാണ് പ്രായമുള്ള, അല്ലെങ്കിൽ പ്രായം ചെല്ലുന്നവരാകട്ടെ ചെല്ലാത്തവരാകട്ടെ. വൃദ്ധസദനം എന്ന് പറയുന്നെങ്കിലും എല്ലാവരും ചിലപ്പോൾ വൃദ്ധകളായിക്കൊള്ളണമെന്നില്ല അവിടെ ഉള്ളത്. ഏതായാലും വൃദ്ധസദനം എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ പ്രായമുള്ള ഉമ്മമാരാകട്ടെ അമ്മമാരാകട്ടെ, അവർക്ക് വേണ്ടി അവരെ നോക്കാൻ ആരുമില്ലാതെ, മക്കൾ നോക്കാനില്ല, കുടുംബക്കാർ നോക്കാനില്ലാത്തൊരവസ്ഥയിൽ അവർക്ക് ആ വാർദ്ധക്യം ചെന്ന സമയത്ത് അല്ലെങ്കിൽ ആരോരുമില്ലാത്ത സമയത്ത് ഒരു ആശ്രയമായി രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. ഈ ഗാന്ധി ഭവൻ അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു കെട്ടിടം പണിയാൻ 15 കോടി രൂപയാണ് യൂസുഫ് അലി ചിലവാക്കിയത്. എന്നാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഇനി ഇവിടെ അമ്മമാരും ഉമ്മമാരും മാത്രമാണുള്ളത്. ഇനി അച്ഛന്മാർ അല്ലെങ്കിൽ ഉപ്പമാർ, വാപ്പമാർ, പ്രായമുള്ള ഉപ്പമാർ അല്ലെങ്കിൽ വാപ്പമാർ അല്ലെങ്കിൽ വൃദ്ധന്മാർ, അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ഗാന്ധി ഭവൻ പണിയുമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം അതിനുള്ള തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുത്തു. അത് 20 കോടി രൂപയ്ക്കാണ് പണിയാൻ പോകുന്നത്. നേരത്തെ 15 കോടി രൂപയ്ക്കാണ് ഗാന്ധി ഭവൻ പണിഞ്ഞതെങ്കിൽ അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ വേണ്ടി, വൃദ്ധകൾക്ക് വേണ്ടി അത് പണിഞ്ഞതെങ്കിൽ ഇനി വൃദ്ധന്മാർക്ക് വേണ്ടി, അതായത് ആരോരും നോക്കാനില്ലാതെ, മക്കളോ കുടുംബക്കാരോ ഒന്നും നോക്കാനില്ല, ആരുമില്ലാതെ വളരെ ബുദ്ധിമുട്ടിക്കഴിയുന്ന, വാർദ്ധക്യം ചെന്ന സമയത്ത് ആരോരുമില്ലാതെ വിഷമിക്കുന്ന വൃദ്ധന്മാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ വാപ്പമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് താമസിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു കെട്ടിടം പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. അത് 20 കോടി രൂപയാണ് അദ്ദേഹം അതിനുവേണ്ടി ചിലവഴിക്കുന്നത്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ആ തറക്കല്ലിടൽ കർമ്മത്തിന് വന്നപ്പോൾ അദ്ദേഹം ആദ്യം പണിഞ്ഞ ഗാന്ധി ഭവൻ, അമ്മമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മമാർക്ക് വേണ്ടി പണിഞ്ഞ ഗാന്ധി ഭവൻ ഒന്നുകൂടി സന്ദർശിക്കാൻ വേണ്ടി അവിടേക്ക് ചെന്നപ്പോൾ അവിടുത്തെ പ്രാർത്ഥനാ റൂമിൽ
അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചതായി അദ്ദേഹം കണ്ടു. നിങ്ങളിത് ഫുള്ളായി കേൾക്കണം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണോ അല്ലേ എന്ന്. ഇത് ഫുള്ളായിട്ട് കേൾക്കാതെ ഇടയ്ക്കിട്ട് കേട്ടിട്ട് കമൻ്റ് ഇടാൻ ആരും വരരുത്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. അങ്ങനെ ആ ഫോട്ടോ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ നടത്തിപ്പുകാരനായ അല്പം പ്രായമുള്ള ആ സഹോദരനോട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ആ വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ നിന്ന് മാറ്റണം, ഈ ഫോട്ടോ ഈ പ്രാർത്ഥനാ റൂമിൽ എൻ്റെ ഫോട്ടോ വെക്കാൻ പാടില്ല. MA യൂസുഫ് അലിയുടെ വലിയൊരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുകയാണ് പ്രാർത്ഥനാ റൂമിൽ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ അത് ആ യൂസുഫ് അലിയെയും കൂടി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ മതത്തിൽ അത് വിഷയമില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ MA യൂസുഫ് അലിക്ക് അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട അതിന് നടത്തിപ്പുകാരനായ ആ സഹോദരനോട്, ആ വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, നിർബന്ധമായും ഈ ഫോട്ടോ ഇവിടെ നിന്ന് മാറ്റണം, നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ആ ഫോട്ടോ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അള്ളാഹുവിലുള്ള പേടിയുമാണ്. അതില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ പറയുകയില്ല. ഉള്ളിൽ കിബറും പൊങ്ങച്ചവും അഹങ്കാരവും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണ് എന്ന പ്രൗഢിയും ഗമയുമായി നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും അത് മൈൻഡ് ചെയ്യുകയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ കണ്ടാൽ അവർ മൈൻഡ് ചെയ്യുകയില്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും വലിയ സമ്പന്നനാണ്, അദ്ദേഹം വലിയൊരു സമ്പന്നനാണ് എന്നതിനപ്പുറമായി അദ്ദേഹം അള്ളാഹുവിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും തൻ്റെ ഓരോ നാണയത്തുട്ടുകളും കോടിക്കണക്കിന് വരുന്ന 32,000 കോടി രൂപയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് 32,000 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം. അത്രയ്ക്ക് വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമയായ ആ യൂസുഫ് അലിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റൊരു സമ്പന്നനായിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചത് ചിലപ്പോൾ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിൽ പേടിയുള്ള, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ള MA യൂസുഫ് അലി ആ ഫോട്ടോ നിർബന്ധമായും മാറ്റണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം നമുക്ക് മനസ്സിലാവുന്നതാണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സമ്പന്നനായതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആക്സിഡന്റിൽ പെട്ട സമയത്ത് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്തി. ആ വയലിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ പതിച്ചത് ആ വയലിൽ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റുള്ള ഏതെങ്കിലും റോഡിലോ മറ്റുള്ള കരയിലോ ആയിരുന്നുവെങ്കിൽ, ആ പുതഞ്ഞ സ്ഥലമല്ലാത്ത മറ്റൊരു പ്രതലത്തിലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത് കത്തിപ്പോകുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണമാണ്. അതുമാത്രമല്ല, ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തെ ചിലപ്പോൾ ഓർമ്മപ്പെടുത്താനായിരിക്കാം അള്ളാഹു അങ്ങനെ നൽകിയത്. ഒന്നുകൂടി അള്ളാഹുവിനെ ഒന്നുകൂടി പേടിക്കണം, ഒന്നുകൂടി പേടിച്ചും സൂക്ഷ്മതയിലും ജീവിക്കണം എന്ന് ചിന്തിക്കാനായിരിക്കാം, ഉണർത്താനായിരിക്കാം അള്ളാഹു ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു പരീക്ഷണം കൊടുത്തത്. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്ന് നമ്മളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തവരാണ്. നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തവരാണ് ഞാനും നിങ്ങളും. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കേരളത്തിലുള്ള, പുറം രാജ്യവുമായി എനിക്കധികം ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറം രാജ്യത്തെക്കുറിച്ച് പറയാത്തത്. കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതിഭേദമന്യേ എല്ലാവരും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നവരാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളെക്കുറിച്ച് ജനങ്ങൾ നല്ലവനെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണ്. ജനങ്ങളൊക്കെ ഒരാളെക്കുറിച്ച് അവൻ മോശക്കാരനാണെന്നാണ് പറയുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കലും മോശക്കാരനാണ്. അപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് നല്ലവൻ എന്നാണ് പറയുന്നതെങ്കിൽ, നല്ലവൻ എന്ന് പറയണമെങ്കിൽ പൈസ എന്ന് പറയിപ്പിക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതാകണം, പ്രവർത്തനം നല്ലതാകണം, ജീവിത രീതി നല്ലതാകണം. അങ്ങനെയാകുമ്പോൾ ജനങ്ങൾ നല്ലവൻ എന്ന് പറയും. അങ്ങനെ നല്ലവനെന്ന് പറയുമ്പോൾ, ജനങ്ങൾ അങ്ങനെ നല്ലവനെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കലും നല്ലവനാണ്.
ഇനി ജനങ്ങൾ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലും ഇവൻ മോശക്കാരനാണ് എന്ന് ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത്, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഗാന്ധി ഭവൻ 20, 15, 35 കോടി രൂപയാണ് അദ്ദേഹം അതിനു വേണ്ടി ചിലവഴിക്കുന്നത്. വളരെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എല്ലാവരെയും കൊണ്ടുപോയി ഇവിടെ പാർപ്പിക്കരുത്, മക്കളുള്ളവരെയും കൊണ്ടുവന്ന് അങ്ങ് പാർപ്പിക്കരുത്. കാരണം മക്കളാണ് മാതാപിതാക്കളെ നോക്കേണ്ടത്. അതുകൊണ്ട് മക്കളുള്ളവരുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, ഇവിടെ ഈ 20 കോടിയോ അല്ലെ 15 കോടിയോ വില വരുന്ന ഈ കെട്ടിടത്തിൽ താമസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മക്കളുടെ കുടിലിൽ താമസിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന അർത്ഥം വരുന്ന വാചകം ആ MA യൂസുഫ് അലി ആ ഗാന്ധി ഭവൻ നടത്തിപ്പുകാരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരി. കാരണം മക്കളാണ് മാതാപിതാക്കളെ നോക്കേണ്ടത്. അങ്ങനെ ആരോരും ഇല്ലാത്തവർ താമസിപ്പിക്കാനാണ് അദ്ദേഹം ഇത് പണിഞ്ഞിട്ടുള്ളത്. പിന്നൊന്ന് പറയാനുള്ളത്, ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുണ്ടെങ്കിലും മക്കൾ നോക്കുന്നുണ്ടെങ്കിലും ക്രൂരമായ മർദ്ദനവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാതെ, ആവശ്യമായ വസ്ത്രം കൊടുക്കാതെ, അവർക്ക് ആവശ്യമായതൊന്നും ചെയ്തു കൊടുക്കാതെ പീഡിപ്പിച്ച് നോക്കുന്നവരുണ്ട്. അവർ വൃദ്ധസദനത്തിലൊന്നും കൊണ്ടുപോയി ആക്കില്ല, ഗാന്ധി ഭവനിലൊന്നും കൊണ്ടുപോയി ആക്കുകയില്ല. പക്ഷേ അവർ ക്രൂരമായി മോശമായ രൂപത്തിൽ ആ മാതാപിതാക്കളോട് പെരുമാറുന്ന ചില മക്കളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള മക്കളെ എത്ര ഉപദേശിച്ചാലും ചിലപ്പോൾ അവർ നന്നായിക്കൊള്ളണമെന്നില്ല, ആ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള മാതാപിതാക്കളെയും ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നിർത്തുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മനസ്സമാധാനം കിട്ടാൻ ഉപകരിക്കുക എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആക്സിഡന്റിൽ കൈ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, നമ്മളൊക്കെ അതും ചാനലിലൂടെ കണ്ടതാണ്. ആക്സിഡന്റിൽ കൈ നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ MA യൂസുഫ് അലി കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം വരച്ചു. ചിത്രം വരയ്ക്കുന്നതിനോട് നാം യോജിക്കുകയല്ല. ഒരു ജീവനുള്ള ഒരു വസ്തുവിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് മസ്അല ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ചിത്രം വരച്ചു എന്ന സന്തോഷത്തിനല്ല MA യൂസുഫ് അലി അവിടെ ഇടപെട്ടത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരച്ചു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രം 1000കണക്കിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് വരപ്പിക്കാം, വലിയ വരപ്പുകാരെ കൊണ്ട് വരപ്പിക്കാം. അദ്ദേഹത്തിന് ചിത്രം വരച്ചു എന്നതല്ല, അതിൻ്റെ ഉള്ളിലെ ആശയത്തെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തത്. അതിനുള്ളിലെ ആശയം എന്താണ്? കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം വരച്ചത്. ആ വരച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതൊരു ഹറാമോ ഒന്നും അല്ല. അത് മുസ്ലിമിൻ്റെ വിധി എന്താണെന്നും അദ്ദേഹത്തിന് അറിയുകയും ഇല്ല. അതുകൊണ്ട് ഫോട്ടോയുടെ ചർച്ച അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം ഇപ്പോൾ അവിടത്തിനുള്ള ആശയത്തിനാണ് അദ്ദേഹം സമ്മാനം കൊടുത്തത്. കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വരച്ചു. ആ ചെറുപ്പക്കാരൻ, കൈയില്ലാത്ത ആ ചെറുപ്പക്കാരന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വീടില്ലാത്ത ആ വിഷമം മനസ്സിലാക്കി അദ്ദേഹം ഒരു വീട് വെക്കാനുള്ള പൈസ ആദ്യം 12 ലക്ഷം കൊടുത്തു. വീണ്ടും 12 ലക്ഷം അദ്ദേഹം ആ 12 ലക്ഷത്തിന് പൂർത്തിയാകില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ വീണ്ടും 12 ലക്ഷം കൂടി അദ്ദേഹം കൊടുക്കുന്ന വാർത്തയും നമ്മൾ ചാനലിലൂടെ കണ്ടതാണ്. അങ്ങനെയും പാവപ്പെട്ടവരെ സമാധാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് MA യൂസുഫ് അലി എന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീണ്ടും 12 ലക്ഷം കൂടി കൊടുക്കണമെന്ന് MA യൂസുഫ് അലി പറഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് MA യൂസുഫ് അലിയുടെ കാല് തൊട്ട് വണങ്ങാൻ പോയി. MA യൂസുഫ് അലി തടഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്ക്, പല സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം, പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാല് തൊട്ട് വണങ്ങാൻ ആവശ്യപ്പെടുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടാൻ പോയപ്പോൾ പെട്ടെന്ന് MA യൂസുഫ് അലി തടയുകയാണ്. ചെയ്യാൻ പാടില്ല, അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. വണങ്ങുന്ന ദൈവത്തിന് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ. അദ്ദേഹത്തോട് അള്ളാഹു എന്ന് പറയാൻ പാടില്ല, അപ്പം ഞാൻ വർഗീയത പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരനോട് ദൈവം എന്നാണ് പറയേണ്ടത്. ദൈവത്തിന് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ, അല്ലാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുലിക്കരുത് എന്ന് MA യൂസുഫ് അലി ഉപദേശിച്ചു കൊടുക്കുകയാണ്. എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം, നമ്മൾ മനസ്സിലാക്കുക. എത്ര നല്ല മനുഷ്യനാണ്. ഇതൊക്കെ അദ്ദേഹം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല. എന്താ കാരണം? അത് ഇൻഷാ അല്ലാഹ് അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. MA യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല. ഇനി നിങ്ങൾ നോക്കൂ, അത് ഞാൻ ഇടയിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് കാരണമെന്ന് ഞാൻ പിന്നീട് പറയും. എല്ലാവരും ഇത് പൂർണ്ണമായും കേൾക്കണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നോക്കൂ, ആ ചെറുപ്പക്കാരൻ ഒരു വീട് വെച്ച് കൊടുത്തു. എന്നാൽ ആ ചെറുപ്പക്കാരൻ വരച്ചത് കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയാണല്ലോ.
എന്നാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഒരിക്കലും കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന എം എ യൂസുഫ് അലി കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വരയ്ക്കരുത് എന്നാണ്. കാരണം എന്താണ്? എം എ യൂസുഫ് അലി കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ വരയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ്? ഞാൻ പിന്നീട് അത് പറയും. എന്താണ് കാരണം? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നല്ല എന്ന് പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് ആ കാര്യം പറയുമ്പോൾ ഞാൻ ഇതും പറയും. ഏത്? അദ്ദേഹം കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വരച്ചു, അത് ശരിയല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ, എം എ യൂസുഫ് അലി കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വരയ്ക്കരുത്. ഞാൻ പറഞ്ഞു തരാം, നോക്കൂ. അത് ഞാൻ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് സ്ഥാപനങ്ങളെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാകട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ ഒരുപാട് സ്ഥാപനങ്ങളെ അദ്ദേഹം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് സ്വതക്കകൾ, ഒരുപാട് ഹദിയകൾ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എം എ യൂസുഫ് അലി. അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം വാരിക്കോരി ചിലവഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വർഷങ്ങളോളം പാവങ്ങൾക്കുള്ള അത്താണിയായി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹു കൊടുത്ത കഴിവ് ഉപയോഗിച്ച് ധാരാളം പാവങ്ങളെ സഹായിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഗാന്ധി ഭവനെയും അതുപോലെ ധാരാളം സ്ഥാപനങ്ങളെയും ധാരാളം വ്യക്തികളെയും ഒക്കെ അദ്ദേഹം സഹായിക്കുന്നതോടൊപ്പം ഗോപിനാഥ് മുതുകാട് നടത്തിവരുന്ന സ്ഥാപനം, അദ്ദേഹം നടത്തിവരുന്ന ആ സ്ഥാപനം ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതുപോലെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെയൊക്കെ പല കഴിവുകളും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുകയും എല്ലാവരും ആ ഗോപിനാഥ് മുതുകാടിനെ വളരെ നല്ല മനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം, ജന്മന കാലുകളും കൈകളുമൊക്കെ കാലുകൾ കുരുടിപ്പോവുകയും കൈകളില്ലാത്തതുമായ CP ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം PG ഒക്കെ എടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് ദുരനുഭവങ്ങളും അദ്ദേഹം ചാനലിലൂടെ ഇന്ന് അദ്ദേഹം പുറം ലോകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ പഠിച്ച കുട്ടികൾ, ആ കുട്ടികളുടെ രക്ഷകർത്താക്കളും ആ സ്ഥാപനത്തിനെതിരെ പല അഭിപ്രായങ്ങളും, ആ സ്ഥാപനത്തിനെതിരായ പല ആരോപണങ്ങളും ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതൊക്കെ ശരിവെക്കുന്ന രൂപത്തിലാണ് CP ഷിഹാബ് തെളിവ് സഹിതം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചാനലിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഗോപിനാഥ് മുതുകാട് നടന്ന സ്ഥാപനത്തിനും തൻ്റെ മരണശേഷവും ആ സ്ഥാപനത്തിലേക്ക് പൈസ കൊടുക്കണമെന്ന് എം എ യൂസുഫ് അലി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടറിഞ്ഞേ കൊടുക്കാവൂ. കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഇങ്ങനെ കട്ടുകൊണ്ടു പോകുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. CP ഷിഹാബ് പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ഗോപിനാഥ് മുതുകാട് അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം CP ഷിഹാബ് ഒരിക്കലും മുതുകാടിനെതിരായിട്ട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക രൂപം വെച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, CP ഷിഹാബ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ഗോപിനാഥ് മുതുകാടിനെതിരെ പറയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം അതിന് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പല സ്റ്റേജുകളിലും ഷോയ്ക്ക് പോകുമ്പോൾ ഈ ഷിഹാബിനോട് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു കൊടുക്കുന്നു, ഗോപിനാഥ് മുതുകാട് ദൈവത്തിന് തുല്യമാണ്, ദൈവത്തെ പോലെയാണ്, അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ പ്രസംഗിക്കണമെന്നാണ് ഷിഹാബിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് പലർക്കും നല്ലതുപോലെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്കത് സമൂഹത്തോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സംസാരശേഷിയുള്ള എന്നാൽ അംഗവൈകല്യമുള്ള CP ഷിഹാബിനോട് ഈ മുതുകാട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ ഇങ്ങനെ പറയണം, ഗോപിനാഥ് മുതുകാട് ദൈവത്തിന് തുല്യമാണ്, ദൈവത്തെ പോലെയാണ്, ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്, അദ്ദേഹമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയണം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും, അതുപോലെ ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ വീൽ ചെയറിൽ വരരുത്, നിങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് വരണം, എങ്കിലേ ജനങ്ങളുടെ മനസ്സിലൊരു സഹതാപം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അദ്ദേഹം നല്ല മനുഷ്യനല്ല. ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഫിലോസഫികളൊക്കെ അടിച്ചിറക്കുന്നു, ഒരുപാട് ഫിലോസഫിയൊക്കെ പറഞ്ഞ് കുറേ തലയാട്ടുകയും ചിരിച്ചും ജനങ്ങളെ മയക്കി കയ്യിലെടുത്തു വെച്ചിരിക്കുന്ന മുതുകാട്, ആ സ്ഥാപനത്തിന് എൻ്റെ പ്രിയപ്പെട്ട എം എ യൂസുഫ് അലി എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ അദ്ദേഹം ക്യാൻസൽ ചെയ്യണം. അവിടെ കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഫണ്ട് അവിടെ കൊടുത്തത് പോയി,
കൊടുത്തത് പോയി, ഇനി കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഫണ്ട് ക്യാൻസൽ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മരണശേഷം കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതേപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതുപോലെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരുടെ വീടുകളിൽ ആ സമ്പത്ത് എത്തിച്ചു കൊടുത്താൽ അവർക്ക് വലിയ ഉപകാരപ്പെടും. അത് ഉപകാരപ്പെടുമെന്ന് ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ വളരെ പോയിന്റ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, കുട്ടിക്കർഷകരായ നമ്മുടെ 2-3 കുട്ടികൾ, അവരുടെ 13 പശുക്കൾ ചത്തുപോയപ്പോൾ 5 ലക്ഷം രൂപ ഉടൻ തന്നെ MA യൂസുഫ് അലി അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, MA യൂസുഫ് അലി ആ കുട്ടികൾക്ക് സഹായം എത്തിച്ചു കൊടുത്തു. 5 ലക്ഷം രൂപ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. 10ഓളം പശുക്കളെ വാങ്ങാൻ, നല്ല 10 പശുക്കളെ വാങ്ങാൻ അതുകൊണ്ട് പറ്റും. ആകെ ആ കുട്ടികളുടെ 13 പശുക്കളാണ് ചത്തുപോയതെങ്കിൽ 10 പശുക്കളെ വാങ്ങാനുള്ള പൈസ MA യൂസുഫ് അലി അവിടെ എത്തിച്ചു കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം, പാവങ്ങളെ സഹായിക്കാൻ. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം അപ്പോൾ തന്നെ സഹായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, പൈസയിൽ നിന്ന്, അള്ള കൊടുത്ത സമ്പത്തിൽ നിന്ന് എത്രയും എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. നമ്മളിതൊക്കെ ചിന്തിക്കേണ്ടത് എവിടെയാണ്? എത്ര സമ്പത്തുള്ള ജനങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. പോട്ടെ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ വലിയ സമ്പന്നന്മാരുണ്ട്. കോടാനകോടി സമ്പത്തുള്ളവരുണ്ട്, കോടിക്കണക്കിന് രൂപ സമ്പത്തുള്ളവർ. ആ സമ്പത്തിൽ നിന്ന് ഒരല്പമെങ്കിലും പാവങ്ങൾക്ക് അവർ കൊടുക്കുക നമ്മൾ കാണുന്നുണ്ടോ? പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? ഇനി കൊടുത്താൽ 100 200 രൂപ അല്ലെങ്കിൽ 5 10 ഭിക്ഷക്കാർക്ക് കൊടുത്താൽ അത് കൊടുക്കലാവുമോ? ഇല്ല. MA യൂസുഫ് അലിയുടെ 7 അയലത്തെത്താൻ ഒരൊറ്റ സമ്പന്നർ പോലും ഇന്ന് കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വരട്ടെ, എണ്ണമറ്റ സഹായങ്ങൾ അദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല MA യൂസുഫ് അലി, മറിച്ച് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അതെങ്ങനെയാണ്? അപ്പം അംബാനി ഇല്ലേ? അത് ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. എനിക്ക് ഇന്ത്യക്ക് പുറത്തേക്കുള്ള രാജ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ഞാൻ പറയാത്തത്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മറ്റു രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളും മറ്റു രാജ്യങ്ങളിൽ അദ്ദേഹം കൊടുക്കുന്ന സഹായങ്ങളൊന്നും എനിക്കറിയാത്തത് കൊണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അപ്പോൾ നേരത്തെ കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ആ ചിത്രം വരച്ച ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം നിങ്ങൾ വരയ്ക്കരുത്. ഇന്ത്യയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത്. കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വരയ്ക്കാതെ ഇന്ത്യയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വരയ്ക്കണമെന്ന് ആ ആക്സിഡന്റിൽ ഒരു കൈ നഷ്ടപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരനോട് ഞാൻ പറയുകയാണ്. അദ്ദേഹം എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ മതത്തിൽ അത് പ്രശ്നമല്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം വരച്ച ചിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പിന്നെ അദ്ദേഹം വരച്ച ചിത്രവും ഒരു ജീവനുള്ള രൂപത്തിലുള്ള ചിത്രം അല്ല. അതിനെക്കുറിച്ച് ചർച്ച അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇസ്ലാമിൽ ഒരു ജീവനുള്ള വസ്തുവിനെ ചിത്രം വരയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലിടയ്ക്ക് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്നാൽ അവിടെ അദ്ദേഹം കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വരച്ചപ്പോൾ അതിനുള്ളിലെ ആശയത്തിനാണ് യൂസുഫ് അലി സമ്മാനം കൊടുത്തത്. ഇനി ഞാൻ പറയുന്നത്, ആ കേരളത്തെ കെട്ടിപ്പിടിക്കുന്ന ആശയമല്ല മുന്നോട്ട് വെക്കേണ്ടത്, ഇന്ത്യയെ കെട്ടിപ്പിടിക്കുന്ന ആശയമുള്ള ഒരാശയമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് എനിക്ക് ആ ചെറുപ്പക്കാരനോടും എല്ലാവരോടും പറയാറുള്ളത്. അപ്പോൾ യൂസുഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അംബാനിയല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾക്ക് 2 കണ്ണുണ്ട്, മറ്റൊരാൾക്ക് 1 കണ്ണേ ഉള്ളൂ. ഈ 2 കണ്ണുള്ള ആളുടെ 2 കണ്ണിനും കാഴ്ചയില്ല. ഒറ്റ കണ്ണനായ ആ വ്യക്തിക്ക് ആ 1 കണ്ണിന് കാഴ്ചയുണ്ട്. ഏതിനാണ് വില? ഈ 2 കണ്ണിനാണോ വില, 1 കണ്ണിനാണോ? ഇനി നോക്കൂ, ഒരാൾക്ക് 2 കൈയുണ്ട്, 2 കൈയുണ്ട്, മറ്റൊരാൾക്ക് ജന്മന 1 കൈയേ ഉള്ളൂ. ആ ജന്മന 1 കൈയുള്ള വ്യക്തിക്ക് ആ 1 കൈക്ക് നല്ല സ്വാധീനമുണ്ട്.
എന്നാൽ ജന്മന രണ്ട് കൈയുമുള്ള വ്യക്തിക്ക് രണ്ട് കൈയും സ്വാധീനമില്ലാത്തതാണ്. ഏതിനാണ് വില? ഈ രണ്ട് കൈയിനാണോ വില, ആ ഒരു കൈക്കാണോ വില? ആ ഒരു കൈ കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, രണ്ട് കൈ കൊണ്ട് ഒരു പ്രയോജനമില്ല. രണ്ട് കണ്ണുള്ള വ്യക്തിക്ക് രണ്ട് കണ്ണുകൊണ്ട് ഒരു കാഴ്ചയുമില്ല, ഒരു കണ്ണുള്ള വ്യക്തിക്ക് ആ ഒരു കണ്ണുകൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് കാലുള്ള ഒരു വ്യക്തി, മറ്റ് ജന്മന ഒരു കാലുള്ള വ്യക്തി, ആ രണ്ട് കാലിനും സ്വാധീനമില്ല. ഒരു കാലുള്ള വ്യക്തിക്ക് ആ ഒരു കാലിന് സ്വാധീനമുണ്ട്, ആ ഒറ്റക്കാല് ഉന്തി നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ഏതിനാണ് വില? ആ ഒരു കാലിനാണ് വില. അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് പാവപ്പെട്ട ഒരു ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത പണക്കാരനാണോ വില? അതല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കുറച്ച് സമ്പത്തുള്ള MA യൂസുഫ് അലി വാരിക്കോരി പാവങ്ങളെ സഹായിക്കുന്നു, ആർക്കാണ് വില? കോടാനകോടി സമ്പത്തുള്ള അംബാനി ഇന്ത്യയിൽ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും വാർത്തകൾ നമ്മൾ കണ്ടോ? നമ്മൾ ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും സാധാരണക്കാരായ നമ്മൾ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചാനലൊന്നും വന്നുകൊള്ളണമെന്നില്ല. പക്ഷേ MA യൂസുഫ് അലി അല്ലെങ്കിൽ അംബാനി, അതുപോലെ വലിയ വലിയ പണസമ്പന്നർ, ഇതുപോലെ അവർ വലിയ വലിയ തുകകൾ ഓരോരുത്തരെ സഹായിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി, അത് സാധാരണയാണ്, സ്വാഭാവികമാണ്, ചാനലുകളിലും വാർത്തകളിലും ഒക്കെ വരും. അത് അവർ പറയണ്ട, അല്ലാതെ തന്നെ വരും. അങ്ങനെ അംബാനി ഏതെങ്കിലും പാവപ്പെട്ടവരെ ഇങ്ങനെ സഹായിക്കുന്നതായി നിങ്ങൾ എവിടെയെങ്കിലും വാർത്തകൾ കാണാറുണ്ടോ? ഇല്ല. ഏത് ചാനൽ എടുത്തു നോക്കിയാലും എല്ലായിടത്തും സഹായം MA യൂസുഫ് അലി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നനായി ഒരാളൊരു ഭാഗത്തിരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ അത്രയും സമ്പത്തില്ലാത്ത എന്നാൽ വലിയ കോടീശ്വരനായ MA യൂസുഫ് അലി ഇപ്പുറത്തിരിക്കുമ്പോൾ MA യൂസുഫ് അലി ആണോ ഏറ്റവും വിലയുള്ളവൻ? ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനിയാണോ? ഞാൻ ഒരിക്കലും വർഗീയത പറയുകയോ അല്ലെങ്കിൽ മതപരമായ ഒന്നും പറയുകയോ അല്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയെ കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കോ സാധുക്കൾക്കോ അതല്ലെങ്കിൽ വളരെയധികം വിഷമിക്കുന്നവർക്കോ ഒന്നും ഒരു ഉപകാരവുമില്ല എങ്കിൽ MA യൂസുഫ് അലിയെ കൊണ്ട് പാവങ്ങൾക്കെല്ലാം ഉപകാരവും, എല്ലാ ആവശ്യക്കാർക്കും, പാവങ്ങൾക്കും, വൃദ്ധന്മാർക്കും, അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും വലിയ സമ്പന്നൻ? MA യൂസുഫ് അലിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് MA യൂസുഫ് അലി, അതല്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അല്ല. എൻ്റെ ക്ലാസ് നീണ്ടുപോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അള്ളാഹ് ഈ കാര്യം വിശദീകരിച്ച് ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളൊക്കെ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നമ്മൾക്ക് ചിലപ്പോൾ MA യൂസുഫ് അത്രയും സമ്പത്തുണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അദ്ദേഹത്തിന് കോടിക്കണക്കിനുള്ളപ്പോൾ അദ്ദേഹം കോടിക്കണക്കിന് കൊടുത്ത് സഹായിക്കുന്നു. നമുക്ക് നമ്മുടെ കയ്യിൽ 500 രൂപയുള്ളെങ്കിൽ അതിൽ നിന്നൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ 25 രൂപയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മനസ്സുള്ളവരായി മാറണം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 100 രൂപയുള്ളെങ്കിൽ അതിൽ നിന്നൊരു 10 രൂപ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണം. 10 കോടി MA യൂസുഫ് അലി കൊടുക്കുമ്പോൾ നമുക്ക് 10 രൂപയാണ് കൊടുക്കാൻ കഴിവുള്ളതെങ്കിൽ നമ്മൾ 10 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ MA യൂസുഫ് അലിയെ പോലെ ആയി മാറും. അപ്പോൾ അള്ളാഹു തആല തരുന്ന സമ്പത്ത് അവൻ നമ്മൾ നല്ല മാർഗത്തിൽ അങ്ങനെ വാരിക്കോരി ചിലവഴിക്കുമ്പോൾ അള്ളാഹു വീണ്ടും വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. ഇത്രയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, സ്വതക്ക വർദ്ധിപ്പിക്കുന്നത് കാരണമായി, ഹദിയകൾ വർദ്ധിപ്പിക്കുന്നത് കാരണമായി ഒരാളും പാവപ്പെട്ടവനായി പോവുകയില്ല. നമ്മൾ ധാരാളം സമ്പത്ത് സദഖ കൊടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, അതുപോലെ പാവങ്ങളെ സഹായിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ പാവപ്പെട്ടവനായി പോവുകയില്ല, നമ്മൾ ദരിദ്രനായി പോവുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അതിൻ്റെ ഒരു തെളിവാണ് MA യൂസുഫ് അലി. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് വാരിക്കോരി പാവങ്ങളെ സഹായിക്കുന്നത്, എന്നിട്ടും അദ്ദേഹം ദരിദ്രനായി പോകുന്നില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം ഈ ദുനിയാവിൽ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ അള്ളാഹു നൽകുന്നതിന് പുറമെ ആഖിറത്തിൽ അതിന് പകരമായി അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.